Namaste, welcome back to WinTrader, welcome back to my channel. Successful trade forex മാർക്കറ്റിലൂടെ എങ്ങനെ എടുക്കാം എന്നുള്ളത് GBP USDയുടെ ലൈവ് മാർക്കറ്റിലൂടെയാണ് കാണിക്കുന്നത്. നമ്മുടെ സോഫ്റ്റ് WinTrader ഫോറക്സ് മാർക്കറ്റിലല്ലാതെ കംപ്ലീറ്റ് മാർക്കറ്റ്, അതായത് NSE ക്യാഷ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, കമ്മോഡിറ്റി, അതേപോലെ നമുക്ക് അഗ്രി മാർക്കറ്റ്, അഗ്രി എന്ന് പറഞ്ഞാൽ NCDEX മാർക്കറ്റും നമ്മുടെ സോഫ്റ്റ് സപ്പോർട്ട് ചെയ്യും, ഈവൻ ക്രിപ്റ്റോ അടങ്ങുന്ന മാർക്കറ്റ്. അപ്പം ഇതിനകത്തൊരു സക്സസ്ഫുൾ ആയിട്ടൊരു എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന ഏരിയ അഥവാ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇന്നത്തെ ലൈവ് മാർക്കറ്റിലെ GBP USDയിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയി ട്രേഡ് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. അതേപോലെ EUD/CADയുടെ ചാർട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പം ഇതിനകത്ത് ലൈവ് ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് എടുക്കാൻ ഏത് മാർക്കറ്റാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാവുന്ന നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ Seema Krishna, അതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും GBP USDയിൽ ഇപ്പോഴത്തെ ലൈവ് റേറ്റ് ഇവിടെ കോർണറിൽ കാണാം. ഇന്ന് മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഓപ്പൺ ആയത്. അപ്പം ഫോറക്സ് മാർക്കറ്റിൽ 15 മിനിറ്റിന് മുകളിലുള്ള ടൈം ഫ്രെയിംസ് ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. 15 മിനിറ്റുള്ള ടൈം ഫ്രെയിംസ് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സ്കാൽപ്പിങ്ങിലേക്ക് കൺവേർട്ട് ആവും. സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് 5 മിനിറ്റ്സ് ഒക്കെ വയ്ക്കുമ്പോൾ. 5 മിനിറ്റ്സ് നമുക്ക് വെക്കാൻ പറ്റില്ല എന്നല്ല അതിനർത്ഥം, പക്ഷേ അവിടെ ഒരു എല്ലാ സെറ്റിലും സക്സസ്ഫുൾ ആകണമെന്ന് അവിടെ നിർബന്ധമില്ല. അവിടെ ചെറിയൊരു റിവേഴ്സ് പോയിന്റും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് 15 മിനിറ്റുള്ള, കൂടുതലും ആളുകൾ 30 മിനിറ്റ്സ് 1 hour ഒക്കെ ടൈം ഫ്രെയിംസ് ആണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം നമുക്ക് ആക്ച്വലി ഒരു 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയ ശേഷം രാവിലെ ഒരു സൈഡ് വേസ് ആയിരുന്നു. അപ്രോക്സിമേറ്റ്ലി 11 o'clock ഒരു സെൽ എൻട്രി കിട്ടിയത്. ഈ റെഡ് കളർ ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ, ഗ്രീൻ കളറാണ് ബൈ സിഗ്നൽ. ഇപ്പോൾ ഇന്നൊരു സെൽ എൻട്രി കിട്ടിയത് 11 മണിക്ക്. ഇതാണ് എൻട്രി പോയിന്റ് 1.25492, അതാണ് എൻട്രി പോയിന്റ്. വന്ന സമയത്ത് എൻട്രി പോയിന്റ് ആണ്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് സെൽ സിഗ്നൽ വന്നതിന് ശേഷം നമുക്ക് മെയിനായിട്ട് എല്ലാ സിഗ്നൽസും കയറി എടുക്കുന്നത് ശരിയല്ല. എല്ലാ സിഗ്നൽസും സക്സസ്ഫുൾ ആണെന്ന് നിർബന്ധമില്ല. നമ്മുടെ സിഗ്നൽ കൺഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ നോക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം. ഒരു സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ കളർ, ഫസ്റ്റ് നോക്കേണ്ട കൺഫർമേഷൻ ബാറാണ്, പിന്നെ ക്യാൻഡിൽ കളറും. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഏകദേശം കൺഫർമേഷൻ ലെവൽസ് ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പ്രൈസിങ് സെൽ സോൺ ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അപ്പോൾ ഈ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ക്യാൻഡിൽ കളർ നമുക്ക് ആക്ച്വലി റെഡ് ആയിട്ടുണ്ട്. താഴത്തെ കൺഫർമേഷൻ ബാറ് റെഡിലേക്ക് വന്ന സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റിൽ അവിടെ നിന്ന് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടുന്നാണ് റെഡ് ആയിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അവിടുന്ന് നമുക്ക് ആക്ച്വലി നോക്കുകയാണെന്നെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ ഇവിടുന്ന് ബ്രേക്കൗട്ടും പോയിട്ടുണ്ട്. അവിടെ നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 250 പോയിന്റ്സ് എടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ശകലം ഒന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ മാർക്കറ്റ് എപ്പോഴും സെല്ലിൽ തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് കളർ ചേഞ്ച് കാണിക്കുന്ന ലെവൽസാണ് മാർക്കറ്റിൻ്റെ സൈഡ് വേസ്, അതായത് ഓറഞ്ച്, ബ്ലൂ കളർ, ഇടയ്ക്കിടയ്ക്ക് ഹോളോ ക്യാൻഡിൽസ് ഇതൊക്കെ വരുന്ന മാർക്കറ്റിൻ്റെ സൈഡ് വേസ് ആണ്. അപ്പം നമ്മൾ സൈഡ് വേസ് വരുമ്പോൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ പാടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യണം. ബൈയും സെല്ലും അല്ലാത്ത പോർഷനാണ്, അവിടെ നമ്മളൊരു എൻട്രി എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ലെവൽസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ടൊരു ട്രേഡ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനും സാധിക്കും. റിവേഴ്സ് പോകുന്ന പോയിന്റും എൻട്രി പോയിന്റ് ടാർഗറ്റൊക്കെ സോഫ്റ്റ്വെയർ പറഞ്ഞതിനനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ EUD/CADയുടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ബൈ സിഗ്നൽ വന്ന അപ്രോക്സിമേറ്റ് 545 എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട് ടാർഗറ്റ്. പക്ഷേ ആ സമയത്ത് കൺഫേംഡ് അല്ല. കൺഫേം ആയ പൊസിഷൻ ഇവിടെ നിന്നാണ്. അപ്രോക്സിമേറ്റ് ആ സമയത്ത് താഴെ ഗ്രീനാണ്, പക്ഷേ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ലെവൽ ഇവിടെ നിന്നാണ്. അവിടെ നേരെ ഒരു ഹൈക്ക് പോയിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 400 പോയിന്റ്സ് എടുത്ത് നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല സിഗ്നൽസ് നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പറഞ്ഞു തരണം. കറക്റ്റായിട്ട് എങ്ങനെ എടുക്കണമെന്ന് അറിയെങ്കിൽ വെറും നമുക്ക് ഈ സ്കാനർ 1.1 സെറ്റ് ചെയ്താൽ മതി. ഈ സ്കാനർ 1.1 നമുക്കൊരു നല്ലൊരു ട്രേഡ് സോഫ്റ്റ്വെയർ തരുന്നത് നമുക്ക് കളർ കൺഫർമേഷൻ അടക്കം നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ ഇതാണ് സ്കാനർ. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ 3 ഗ്രീനുള്ളത് നല്ല സെല്ലും 3 റെഡുള്ളത് നല്ല ബൈയും ആണ്. അപ്പോൾ 3 റെഡുള്ളത് നല്ല സെല്ലും 3 ഗ്രീനുള്ള ബൈയും, തിരിഞ്ഞു പോയി, 3 റെഡുള്ള നല്ല സെല്ലും 3 റെഡുള്ള ഗ്രീനുള്ള ബൈയും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ സമയത്ത് US ഓയിലിൻ്റെ
ആക്ച്വലി നോക്കുകയാണെങ്കിൽ 3 റെഡ് തന്നിട്ടുണ്ട് അവിടെ സിഗ്നൽസ്. അപ്പോൾ US ഓയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. US ഓയിലിൽ അപ്രോക്സിമേറ്റ് 3 റെഡ്, അതായത് 3 റെഡ് വന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്രോക്സിമേറ്റ് 3 ടാർഗറ്റ് പിടിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ താട്ടിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി, സെല്ല് വന്ന 10 മണിക്ക് ക്യാൻഡിൽ കളർ താഴെ വന്ന റെഡും പ്രൈസ് ആൻഡ് സെൽ സോണും വന്ന് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് നേരെ എന്തോരം ഇറങ്ങി മാർക്കറ്റ് നല്ല പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ഇതുപോലത്തെ സിഗ്നൽസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട് ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ഈവൻ കമ്മോഡിറ്റി മാർക്കറ്റിൽ ഏത് മാർക്കറ്റിലാണെങ്കിലും വളരെ സുഖമായിട്ട് ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഔട്ട് ട്രേഡ് നമുക്ക് എടുക്കാനായിട്ട് സ്കാനർ വഴിയും നമ്മുടെ ചാർട്ടിംഗ് സോഫ്റ്റ്വെയറും വളരെ സിമ്പിളായിട്ട് സാധിക്കും. അപ്പം എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, എൻ്റെ നമ്പറിലേക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അപ്പം ഞാൻ കാണിച്ച വീഡിയോ പോലെ തന്നെ 8 സ്ട്രാറ്റജി പല പല ടൈപ്പുള്ള നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ട്. ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് വെക്കാനാണ് ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക്, ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക്. അതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതായത് ഇപ്പം 7th വേർഷൻ എടുക്കണം, 7th വേർഷൻ, അതൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് വേർഷൻസ് ആണ്. ഇതെങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് സാധിക്കും. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് കൺവേർട്ട് ആക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിലും നമുക്ക് വൈറ്റിലേക്ക് മാറ്റാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാത്തിനും സൗകര്യമുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റിലേക്ക് ആക്കുക, നമുക്ക് ഓക്കെ കൊടുക്കുക, അപ്പോൾ വൈറ്റിലേക്ക് കൺവേർട്ടായി. അപ്പോൾ ഇങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിളാണ്. അപ്പോൾ എങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. താങ്ക് യു.